ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു CC Plus. വീണ്ടും മലയാളവും ഇംഗ്ലീഷും കണക്ക് നിങ്ങളുടെ മുൻപിലേക്ക് മാറി മാറി വരാൻ പോവുകയാണ്. മലയാളം നമ്മൾ ക്ലാസ് ചെല്ലുമ്പോൾ തന്നെ അല്ലേ പുതിയൊരു ചാപ്റ്റർ അങ്ങ് തുടങ്ങുന്നു, അതിൻ്റെ ആശയം പറയുന്നു, അർത്ഥം, പര്യായം, വിപരീതം, നാനാർത്ഥം അല്ലേ, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എന്താണ് ഓരോ കാര്യങ്ങളും പഠിക്കാൻ തുടങ്ങും. എപ്പോഴും എന്താ സംഭവിക്കുന്നത്? ക്ലാസ് ചെല്ലും, പുതിയൊരു പാഠം തുടങ്ങും, നേരെ നമ്മൾ ആശയം പറയുന്നു, ടീച്ചർ അർത്ഥം എഴുതാൻ പറയുന്നു, പര്യായം എഴുതാൻ പറയുന്നു, നാനാർത്ഥം എഴുതാൻ പറയുന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നു. ശരിക്കും എന്താണ് ഈ അർത്ഥം, പര്യായം, നാനാർത്ഥം, വിപരീതം എന്നൊക്കെ പറഞ്ഞാൽ അറിയാമോ നിങ്ങൾക്ക്? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. പര്യായം, നാനാർത്ഥം, അർത്ഥവ്യത്യാസം, വിപരീത പദങ്ങൾ. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഒരു പദത്തിൻ്റെ ആശയം അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ പര്യായം എന്ന് പറഞ്ഞാലോ, അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മരം. അതാണ് അർത്ഥം എന്ന് പറയുന്നത്. പര്യായം എന്ന് പറഞ്ഞാലോ, ഒരു വാക്കിൻ്റെ ഒന്നിലധികം വരുന്ന സമാനമായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പദങ്ങളെയാണ് പര്യായം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ പരിചയപ്പെട്ടാലോ? തേന്മാവ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, അതിൻ്റെ പര്യായ പദങ്ങളൊന്ന് നോക്കാം. രസാലം, ചൂതം, ധനം, വിത്തം, അർത്ഥം. നദി, നദിക്ക് എന്തെല്ലാം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ആറ്, പുഴ, തടിനി, പരിസ്യന്തം. തലമുടി, ഇത് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. കേശം, കുന്തളം, കാർക്കൂന്തൽ. ആകാശം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, LP ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. മാനം, വാനം, വ്യോമം, നഭസ്, അമ്പരം. കാട്, വനം, അടവി, ആരണ്യം, വിപിനം, കാനനം. കാറ്റ്, അനിലൻ, മരുത്ത്. കുതിര, അശ്വം, വാജി, ഹയം. മരം, പാദപം, വൃക്ഷം, വിടബി. പർവ്വതം, ഗിരി, അദ്രി, ശൈലം, അചലം. നമുക്കറിയാം, നിങ്ങൾ അറിയുന്നതും നിങ്ങൾക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് വേർഡ്സും അതിൻ്റെ പര്യായങ്ങളുമാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇപ്പം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? തേന്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? രസാലം. അതായത് ഒരു പദത്തിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെയാണ് നമ്മൾ അർത്ഥം എന്ന് പറയുന്നത്. എന്നാൽ അതേ പദത്തിന് സമാനമായിട്ട് വരുന്ന വാക്കുകൾ കൂടി ചേരുന്നതിന് നമ്മൾ എന്ത് പറയും? അല്ലെങ്കിൽ സമാനമായിട്ടുള്ള പദങ്ങളെ നമ്മൾ എന്ത് പറയും? പര്യായം എന്ന് പറയും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഞാൻ കുറേ നേരം ഈ സമാനമായ എന്ന് പറയുന്നത് അല്ലേ. ഈ പര്യായം എന്ന അതേ അർത്ഥത്തോടു കൂടി തന്നെ നമ്മുടെ നവോദയ പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും USSൻ്റെ എക്സാം, ചില ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ എക്സാമുകളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലേ, സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഒരു വാക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാറ്റ് എന്ന് കൊടുത്തിട്ട് ഇതിന് സമാനമായ പദം കണ്ടെത്തുക. നമ്മൾ കഴിഞ്ഞ നവോദയ എഴുതിയ കുട്ടികൾക്കൊക്കെ അറിയാം, ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ എന്താണ്, ചിലപ്പോൾ ചോദിക്കും കുതിര, അതൊരു പാസേജ് ആയിരിക്കും. അപ്പോൾ പാസേജിന് അത് കുതിര എന്ന് കൊടുത്തിട്ട് അതിന് സമാനമായ പദം കണ്ടെത്തുക എന്നുള്ളൊരു വാക്ക് വരും. അതേപോലെ തന്നെ എന്താണ്, പര്യായം എഴുതുക. അപ്പോൾ നമ്മൾ ഈ പര്യായം എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് തന്നെ ആയിരിക്കണം എന്നില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. അതിന് പകരം എപ്പോഴും വിവക്ഷിച്ച് കാണുന്ന ഒന്നാണ് എന്ത്? സമാനമായിട്ടുള്ള പദം. അപ്പം എന്താണ് പര്യായം? സമാന പദം എന്ന് മനസ്സിലായല്ലോ. അതായത് അതിന് തുല്യമായിട്ട് അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള അതേ അർത്ഥം വരുന്ന ഒരു പദത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അർത്ഥവും പര്യായവും എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഇനി എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? നാനാർത്ഥം. നാനാർത്ഥം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിക്കാറുണ്ട്. ബാങ്ക് എന്ന് പറയുമ്പോഴെന്താണ്? രണ്ടർത്ഥം വരും അല്ലേ. ഒന്ന് എന്താണ്? തീരം. രണ്ടൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥാപനം അല്ലേ, പണമിടപാടുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം. അതിന് രണ്ടിനെയും നമ്മൾ എന്താണ്? ബാങ്ക് എന്ന് തന്നെ പറയും അല്ലേ, നമ്മളെപ്പോഴും കാണുന്നതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. അതേപോലെ നമ്മൾ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ട് തന്നെ നമ്മുടെ മലയാളത്തിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനാർത്ഥം എന്ന് പറയുന്നത്. തൊട്ട് മുൻപത്തെ വീഡിയോ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ അമ്പരം, വിപിനം കണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, അതേ കാര്യങ്ങൾ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും.
അമ്പരം. അമ്പരത്തിന് നമ്മൾ പര്യായത്തിൽ എന്താണ് പഠിച്ചത്? അതായത് ആകാശത്തിനെയാണ് അമ്പരം എന്ന് പറയുന്നത് അല്ലേ? ആകാശം, മാനം, വാനം, വ്യോമൻ, നഭസ്, ഇതൊക്കെ എന്താണ്? അമ്പരം എന്ന് പറഞ്ഞ അതേ അർത്ഥം വരുന്നത് തന്നെയാണ്. ജ്ഞാനാർത്ഥത്തിലേക്ക് വരുമ്പോഴെന്താണ്? രണ്ടർത്ഥമാണ്. ഈ അമ്പരം എന്ന് പറയുന്ന വാക്കിൻ്റെ രണ്ട് അർത്ഥങ്ങളാണ്. ഈ ആകാശവും വസ്ത്രവും ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വാനം, മാനം എന്നൊക്കെ പറയുന്നു. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്നത്. പക്ഷെ ഈ അമ്പരം എന്ന് പറഞ്ഞ വാക്കിന് രണ്ടർത്ഥമുണ്ട്, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ അർത്ഥങ്ങൾ കാണാം. അതിനെയാണ് നമ്മൾ ജ്ഞാനാർത്ഥം എന്ന് പറയുന്നത്. ഒരു പദത്തിൻ്റെ മറ്റ് അർത്ഥങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആശയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജ്ഞാനാർത്ഥം എന്ന് പറയുന്നത്. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ്. എനിക്കതിനോട് ആശയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ആഗ്രഹമാണ് അല്ലേ? പക്ഷേ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. എന്താണത്? ദിക്ക്, അല്ലെങ്കിൽ ആ ദിക്ക്, ഈ ദിക്ക് എന്നൊക്കെ പറയാറില്ല, അല്ലെങ്കിൽ ആ ഒരു സൈഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിനെ നമ്മൾ എന്തുതന്നെയാണ് പറയുന്നത്? ആശ എന്നൊരു അർത്ഥം ഉണ്ട്. ഒലി, നമ്മൾ അലയൊലി എന്നൊക്കെ കേൾക്കാറില്ലേ? അലയൊലി എന്താണ്? ശബ്ദമാണ് അല്ലേ? ശബ്ദമാണ്. അതേപോലെ തന്നെ ഒരു അർത്ഥം കൂടി ഉണ്ട്. എന്ത്? കൂട്ടം, ശോഭ. അപ്പം ഈ ഒലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൂന്ന് അർത്ഥങ്ങൾ നമ്മളിവിടെ കണ്ടു. ശബ്ദം, കൂട്ടം, ശോഭ. ഇത് മൂന്ന് അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? ഒലി എന്നാണ്. അല്ലെങ്കിൽ ഒലി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ മറ്റ് അർത്ഥങ്ങൾ, ഒരർത്ഥമല്ല ഉള്ളത്, മറ്റർത്ഥങ്ങളുണ്ട്. അതായത് വ്യത്യസ്തമായ ആശയം വരുന്ന മറ്റ് അർത്ഥങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജ്ഞാനാർത്ഥം എന്ന് പറയുന്നത്. അതേപോലെ കളഭം എന്താണ്? നമ്മളെല്ലാവരും അല്ലെ, അമ്പലത്തിലൊക്കെ പോകുന്നവരാണെങ്കിൽ നെറ്റിയിൽ നമ്മൾ തൊടുന്നതിനെയാണ് എന്ത് പറയുന്നത്? കളഭം എന്ന് പറയുന്നത്. അതായത് ചന്ദനം. പക്ഷെ അതിനൊരു അർത്ഥം കൂടിയുണ്ട്, ആന. ഓക്കെ ആണോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ജ്ഞാനാർത്ഥം എന്ന്? അതായത് ഒരു പദത്തിൻ്റെ മറ്റാശയങ്ങളിലുള്ള അർത്ഥമാണ്. അതായത് ഒരു ആശയം അല്ല. ഏറ്റവും ഉദാഹരണം ഇവിടെ നോക്കിക്കേ. നവം എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയത് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ? നവവത്സരാശംസകൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. 9 എന്നുള്ളൊരു ഇതിൽ നമ്മളതിനെ അർത്ഥമാക്കാറുണ്ട് അല്ലേ? നവരത്നങ്ങൾ, 9 രത്നങ്ങൾ, നവവത്സരം അല്ലെങ്കിൽ പുതിയൊരു വർഷം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ രണ്ടർത്ഥമാണ്. ഈ നവം എന്ന് പറയുന്ന വാക്കുകൊണ്ട് 9 എന്നും പുതിയത് എന്നും അർത്ഥമുണ്ട്. ജ്ഞാനാർത്ഥം പലർക്കും സംശയമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ എന്താണ്? നമ്മൾ നിമിത്തം എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ? നല്ല നിമിത്തമാണ്. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പം പറയാറുണ്ടല്ലേ? ഇന്ന് നല്ല നിമിത്തമാണ് എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ലക്ഷണമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ്. അതായത് കാരണം, ലക്ഷണം. നിമിത്തം എന്ന് പറയുന്നൊരു വാക്കിന് കാരണം, ലക്ഷണം എന്നീ അർത്ഥങ്ങളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് അവൻ നിമിത്തമാണ് അങ്ങനെ സംഭവിച്ചത്. അതായത് അവൻ കാരണമാണത് സംഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിന് അവനൊരു നിമിത്തമായി, അതായത് അങ്ങനെ സംഭവിച്ചതിന് അവനൊരു കാരണമായി. രണ്ടാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലക്ഷണമാണ് അല്ലേ? അതാണ് പറഞ്ഞത്. നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ ഇറങ്ങുമ്പം ശുഭലക്ഷണമാണ് എന്നൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ എന്താണ് നല്ല ലക്ഷണമാണ്, അല്ലെങ്കിൽ എന്നാൽ നമ്മൾ പോകുന്ന കാര്യങ്ങൾ എന്തിനാണോ പോകുന്നത് അതൊക്കെ സാധിക്കും, അത്രയും നല്ല ലക്ഷണമാണ് നമ്മൾ കാണുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താണ് നിമിത്തം എന്ന് പറയുന്നതിന് നമുക്ക് 2 അവസരങ്ങളിലും അതിനെ ഉപയോഗിക്കാം. പിന്നെ എന്താണ് വർഷം? വർഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടാണ്. ഒന്ന് മഴയുടെ പര്യായത്തിൽ പെടുന്ന വാക്കാണ് വർഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആണ്ട്, അതായത് ഈ 2025 വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, വരാനിരിക്കുന്ന വർഷം എന്ന് പറയുന്നത് ആണ്ട്, ഇയർ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വർഷം എന്ന് പറയുന്നത്. ഈ വർഷം എന്ത് തന്നെയാണ്? മഴയുടെ പര്യായവും ആണ്. അപ്പോൾ ഇതെന്താണ്? നമ്മളിത് ഉപയോഗിക്കുന്ന ആശയത്തിനനുസരിച്ചിട്ടാണ്. ഓക്കെ, എന്തുണ്ടാവുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന ആശയത്തിന്, അതായത് ഉപയോഗിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചാണ് അവിടെ അർത്ഥവ്യത്യാസം ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? മാരി, നമ്മൾ ഈ കോവിഡ് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ് മാരി അല്ലേ? കോവിഡ് എന്ന മഹാമാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലെ എന്താണ്? ഈ മേൽ പറഞ്ഞ മഴയുടെ തന്നെ പര്യായമാണ് മാരി എന്ന് പറയുന്നത്.
അതേപോലെ ഈ മാരിക്ക് എന്തൊരർത്ഥം കൂടിയുണ്ട്? രോഗം എന്നൊരു അർത്ഥം കൂടിയുണ്ട്. മഹാമാരി എന്ന് പറഞ്ഞാൽ മഹാരോഗം എന്നുള്ളൊരർത്ഥം കൂടെ ഉണ്ട്. മതി, മതി നമ്മൾ പലതില്ലേ, എനിക്കത് മതി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ മതിക്ക് എന്തർത്ഥമുണ്ട്? ബുദ്ധി എന്നും ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട്. പിന്നെ വരുന്ന എന്താണ്? കചം, തലമുടി, മേഘം അല്ലേ? നമ്മൾ കുറച്ച് മുൻപ് പര്യായം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്? ഇതേപോലെ കുറച്ച് വാക്കുകൾ നമ്മളവിടെ പഠിച്ചു അല്ലേ? അമ്പരം നമ്മൾ കണ്ടു, അതേപോലെ തന്നെ വിപിനം. ഇതിനൊക്കെ എന്താണ്? ഒന്നിൽ കൂടുതൽ അർത്ഥം ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് പറയാണ്, വർഷകാലത്ത് എൻ്റെ നാട്ടിൽ വെള്ളം കയറും. അപ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? ആണ്ട് എന്നാണോ? അല്ലല്ലോ, മഴ എന്നാണ് അല്ലേ? വർഷകാലത്ത് എൻ്റെ നാട്ടിൽ വെള്ളം കയറാറുണ്ട് എന്ന് പറയുന്നത് എന്താണ്? മഴക്കാലത്ത്. അതേപോലെ നമുക്ക് പറയാം എന്താണ്? അടുത്ത വർഷം എനിക്ക് പഠിക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ ജോലിക്ക് പോകും എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥം വരുന്നത്? ആണ്ടാണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന സന്ദർഭത്തിനനുസരിച്ചാണ് അവിടെ അർത്ഥവ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ വ്യത്യസ്ത ആശയങ്ങളിലുള്ള അർത്ഥത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജ്ഞാനാർത്ഥം എന്ന് പറയുന്നത്. അതിൽ ഒന്നിലധികം ആശയങ്ങളുണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് അർത്ഥവ്യത്യാസം. നമ്മൾ കുറച്ച് മുൻപ് ഇവിടെ ഈ ഒരു വേർഡ് പര്യായത്തിൽ കണ്ടായിരുന്നു അല്ലേ? ദേ അനിലൻ കണ്ടോ? അനിലൻ, അനിലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ്. ദേ അനിലൻ, കാറ്റ്. പക്ഷേ ഈ ഒരു വേർഡ് നിങ്ങൾ കണ്ടോ? അനലൻ. അതായത് ഒരു ഈ ചിഹ്നം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. കാഴ്ചയ്ക്ക് എന്താണ്? സമാനമാണ്. അനലൻ, അനിലൻ. അനലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഗ്നി അല്ലെങ്കിൽ തീയാണ് എന്തെന്ന് പറയുന്നത്? അനലൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഞായുടെ കൂടെ ഒരു ഇകാരം ഇട്ട് കഴിഞ്ഞാൽ, അതായത് വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്ത് നമ്മൾ അതിനെ പറയും? കാറ്റ് എന്ന് അർത്ഥം വരും. അതായത് അർത്ഥവ്യത്യാസം എന്ന് പറഞ്ഞാൽ കാഴ്ചയിൽ സമാനമായിട്ട് നമുക്ക് തോന്നും. കാഴ്ചയിൽ മാത്രം പെട്ടെന്ന് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണ്. അപ്പം നമ്മൾ എന്താണ്, ചിലപ്പോൾ ഈ അനലൻ എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക, പക്ഷെ നമ്മൾ അനിലൻ, കാറ്റ്. അങ്ങനെ നമുക്ക് പലർക്കും ഒരു അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അർത്ഥവ്യത്യാസം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്? അനലൻ. നമ്മൾ ശ്രദ്ധിച്ചാണുള്ളത് ഈ ഒരു ഇകാരമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാം എന്താണ്? കാഴ്ചയ്ക്ക് സാമ്യമുള്ളതാണ്. നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ ഇതേപോലെ എഴുതുമ്പോഴും ഒക്കെ നമുക്ക് തെറ്റു വരുന്നത് ഇങ്ങനെയാണ്. ഈ ഇകാരം ഇട്ടിട്ടില്ലെങ്കിൽ എന്താണ്? നമ്മളിപ്പോൾ പറയാണ് കാറ്റടിച്ചു എന്ന് നമ്മൾ പറയണം. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് അനിലനാണ്. അതല്ലെങ്കിൽ അനിലനുണ്ട് എന്ന് പറയുന്ന കാറ്റ് ഉണ്ട്. പക്ഷെ അനലൻ എന്ന് പറഞ്ഞാൽ എന്തായത്? തീയായി. ഓക്കെ, അപ്പം ചെറിയ വ്യത്യാസം. കാഴ്ചയിൽ നമുക്ക് സാമ്യം ഉണ്ടെന്നൊക്കെ തോന്നുമെങ്കിലും അതെന്താണ്? അർത്ഥം കൊണ്ട്, അതായത് ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ ചിഹ്നങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും, അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ട് അതെന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയത്തെ ആയിരിക്കും അതെന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അംബുജം, അംബുദം. അംബുജം, അംബുദം. സാധാരണയാണ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പം അംബുദം എന്നൊരു വേർഡ് കിടക്കുകയാണ്, അംബുദം എന്നൊരു വാക്ക് കിടക്കുകയാണ്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്തായിരിക്കും? ദേ ഈ ഇരിക്കുന്ന താമരയായിരിക്കും. അപ്പം നമ്മൾ എന്ത് ഓർക്കും? അംബുജമല്ലേ താമര. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ വിചാരിക്കാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? അതെന്നാൽ അച്ചടിച്ചപ്പോൾ വന്ന മിസ്റ്റേക്ക് ആയിരിക്കും എന്ന് നമ്മൾ ഓർക്കും. പക്ഷേ അങ്ങനെയൊന്നും കരുതരുത്. എന്താണ്? ഈ ഒരൊറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസത്തിന് രണ്ട് ആശയത്തെയാണ് എന്ത് ചെയ്യുന്നത്? അത് പ്രതിനിധീകരിക്കുന്നത്. അംബുജം എന്ന് പറഞ്ഞാൽ താമര, അംബുദം എന്ന് പറഞ്ഞാൽ മേഘം. അപ്പം നമ്മൾ വായിക്കുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ ഓരോ അക്ഷരങ്ങളും സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അർത്ഥവ്യത്യാസം ഉണ്ടാകും. അടുത്ത എന്താണ്? കിടക്കുക, കിടയ്ക്കുക. നമ്മൾ ചില പാരഗ്രാഫൊക്കെ എഴുതി പോകുമ്പോൾ നമ്മൾ പറയാണ് ആ കുട്ടി കിടക്കുകയാണ്. ചിലരെന്ത് ചെയ്യും? കിടക്കുക എന്നും എഴുതും, ചിലർ ഇങ്ങനെ എഴുതും. അത് മലയാളത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കേട്ടോ. അപ്പോൾ കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷയിക്കുക. അതായത് നമ്മൾ ബെഡിലോ തറയിലോ എവിടെയെങ്കിലും കിടക്കുന്നതിന് എന്താണ് പറയുന്നത്? കിടക്കുക എന്ന് പറയുന്നത്.
കിടയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ മനസ്സിലായല്ലോ. ഇതാ ഇവിടെ ഒരു യായുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് അർത്ഥവ്യത്യാസം. എന്താണ്? കിടക്കുക, കിടയ്ക്കുക. കിടക്കുക എന്ന് പറഞ്ഞാൽ ശയിക്കുക, കിടയ്ക്കുക എന്ന് പറഞ്ഞാൽ ലഭിക്കുക. അടുത്ത എന്താണ്? അതെ, ഈ ഒരു വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടാണ്, സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അർത്ഥം അല്ലെങ്കിൽ പര്യായത്തിൽ വരുന്നതാണ് നാഗം. അപ്പോൾ ചിലപ്പോൾ ടീച്ചറൊക്കെ ക്ലാസ്സിൽ നോട്ട് വായിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നാഗം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ അങ്ങ് എഴുതി വയ്ക്കും. പക്ഷെ ഉദ്ദേശിച്ചത് ചിലപ്പം ഇതായിരിക്കും. അതായത് എന്താണ്? ഈ ഒരൊറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്താണ്? നാഗം എന്ന് പറഞ്ഞാൽ സർപ്പം, നാകം എന്ന് പറഞ്ഞാൽ സ്വർഗം. രോദനം കരച്ചിൽ, രോധനം തടവ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരാളെ പൂട്ടിയിടല്ലെങ്കിൽ ജയിലിലാക്കുക എന്നൊക്കെ പറയാറില്ലേ? തടവിലാക്കുക. പക്ഷെ എന്താണത്? ഒരൊറ്റ അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് സമാനമായിട്ട് തോന്നുമെങ്കിലും വ്യത്യസ്ത പദങ്ങളും അവയുടെ അർത്ഥങ്ങളുമാണ് എന്തെന്ന് അർത്ഥവ്യത്യാസത്തിൽ വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പറയാറുണ്ട്, എന്താണ്? വിപരീത പദങ്ങളും എന്താണ് എതിർലിംഗ പദങ്ങളും നമ്മൾ പറയാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് രണ്ടും ഈ പറഞ്ഞതുപോലെ ഒന്നല്ല. വിപരീത പദങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിൽ, ഫ്രണ്ടിൻ്റെ ഓപ്പോസിറ്റാണ് ബാക്ക്, അല്ലെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് നമ്മൾ പറയും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ വിപരീത പദങ്ങൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ്? വികാസം, സങ്കോചം. വികസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? വിപുലമാവുക. സങ്കോചം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക. ത്യജിക്കുക, ഗ്രഹിക്കുക. വേണ്ടെന്ന് വയ്ക്കുക, നേടിയെടുക്കുക. പ്രഭാതം, പ്രദോഷം. അതായത് രാവിലെ വൈകുന്നേരം. ശാശ്വതമായതും നശ്വരമായതും. അതായത് എന്നും നിലനിൽക്കുന്നതും എന്നും നിലനിൽക്കാത്തതും. ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന്, അനേകം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വരുന്നത്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അറിയാലോ? നിരഹങ്കാരം, അഹങ്കാരമില്ലാത്തത്. അനാഥ, സനാഥ. ആദി, അന്തം, പാപം, പുണ്യം, വിജയം, പരാജയം, ശത്രു, മിത്രം, ശിക്ഷ, രക്ഷ. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? വിപരീത പദത്തിൽ നമുക്ക് വരുന്നത്. അപ്പോൾ എന്തല്ല എന്ന് മനസ്സിലാക്കണം, എതിർലിംഗ പദങ്ങളല്ല. ഓക്കെ, അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. പലർക്കും വരുന്നൊരു പ്രശ്നമാണ് എന്താണ് വിപരീതം എന്നതും എതിർലിംഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക. നമ്മൾ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എന്താണ്, അതിനെയാണ് നമ്മൾ വിപരീത പദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാം പഠിച്ചു? നമ്മൾ വിപരീത പദങ്ങൾ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒരു വാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്, നേരെ അപ്പുറം വരുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്നതിനെ നമ്മൾ വിപരീത പദങ്ങൾ എന്ന് പറയുന്നു. അർത്ഥവ്യത്യാസം എന്താണ്? സമാനമായിട്ട് നമുക്ക് കാഴ്ചയ്ക്ക് തോന്നുമെങ്കിൽ എന്താണ്? രണ്ടും വ്യത്യസ്ത വാക്കുകളുമായിരിക്കും, അതിൻ്റെ മറ്റൊരർത്ഥത്തെയായിരിക്കും അത് എന്തായാലും നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഈ ഒരു വികാരം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തീയായിട്ട് മാറും. ഈ വികാരം ഇടാൻ മറന്നു പോയാൽ കാറ്റ് തീയാവും എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ജ്ഞാനാർത്ഥം. അതായത് ഒരു പദത്തിന് വരുന്ന ഒന്നിലധികം വരുന്ന അർത്ഥങ്ങൾ, വ്യത്യസ്തമായ അർത്ഥങ്ങൾ, അവിടെയാണ് അതിന് കാര്യമിരിക്കുന്നത്. അതായത് അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, മാനം, വാനം എന്നല്ല. അമ്പരത്തിന് എന്തർത്ഥമുണ്ട്? ആകാശമെന്നും വസ്ത്രമെന്നും അർത്ഥമുണ്ട്. അതേപോലെ ആശ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ദിക്ക്. അതായത് ഒരു പദത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ വരുന്നതിന് നമ്മൾ എന്ത് പറയും? ജ്ഞാനാർത്ഥം എന്ന് പറയും. പിന്നെ നമ്മൾ പഠിച്ചത് പര്യായം. ഒരു ആശയത്തിൻ്റെ സമാനമായിട്ടുള്ള പദങ്ങളെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? പര്യായം എന്ന് പറയുന്നു. അപ്പം നമ്മൾ തുടങ്ങി, നമ്മൾ എന്തൊക്കെ നോക്കി? പര്യായം നോക്കി, ജ്ഞാനാർത്ഥം നോക്കി, അർത്ഥവ്യത്യാസം നോക്കി, വിപരീത പദങ്ങൾ നോക്കി അല്ലേ? അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇനി എന്ത് ചെയ്യണം? നമ്മൾ അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകണം അല്ലേ? അപ്പോൾ നമ്മൾ മലയാളം പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അത് എന്താണ്, അത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മലയാളം എന്ന് പറയുന്ന വിഷയത്തിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഓരോ ക്ലാസ്സിലും എന്താണ് മാർക്ക് കുറയുന്ന വിഷയങ്ങളൊക്കെ രണ്ടാമതും പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മളൊരു അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ,
അപ്പോൾ ഇനിയൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ ബായ്.